സാ രീ ഗ മാ പാ ധ പാ ധ പാ സാ രീ ഗ മാ പാ ധ നീ സ സാ നീ ധ പ മ ഗ രി സ. ഏതാ പാട്ട് മനസ്സിലായോ? മാനത്തെ വെള്ളിത്തേര് എന്ന സിനിമയിൽ ജോൺസൺ മാഷ് സംഗീതം കൊടുത്തിട്ടുള്ള പാട്ടാണിത്. വളരെ മനോഹരമായിട്ടുള്ള മനസ്സിൻ മടിയിലെ മാന്തളിരിൽ ആ പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് ഒരുപാട് പേര് കവർ സോങ് ആയിട്ടൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. മെയിൽ വോയിസിലും ഈ പാട്ട് ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. പാട്രിക്കിൻ്റെ ഒക്കെ ചാനലെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര രസമായിട്ടാണ് പാടിയിട്ടുള്ളത് ആ മെയിൽ വോയിസിൽ എന്നൊക്കെ. അപ്പോൾ ഫീമെയിലിന് മാത്രമല്ല മെയിൽ വോയിസിലും ഇത് ഭംഗിയായിട്ട് പാടാൻ പറ്റും. അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും പഠിക്കാം. ആൺകുട്ടികൾക്കും പഠിക്കാം, അതേപോലെ പെൺകുട്ടികൾക്കും പഠിക്കാം. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ സമയമല്ലേ, അപ്പോൾ നിങ്ങൾ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടാവുമല്ലോ, നാട്ടിലെ ഓരോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പ്രോഗ്രാമിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ഇത് കേട്ട് വൃത്തിയായിട്ട് പഠിച്ചിട്ട് നമുക്ക് സ്റ്റേജിൽ പാടാവുന്നതാണ്. ഇത് വലിയവർക്കായാലും ശരി ചെറിയവർക്കായാലും ശരി എല്ലാവർക്കും പാടാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ടുമാണ്. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് പഠിക്കണം കേട്ടോ. പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് തവണ നിങ്ങളിത് കേൾക്കണം. ഒരു വരി തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് ഒരുപാട് തവണ കേട്ടാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ക്ഷമിച്ചിരുന്നിട്ട് ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ വരികളും എല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ നന്നായി ക്ഷമിച്ചിരുന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. ഞാൻ പാടിയിട്ടുള്ള സ്വരം ശ്രദ്ധിച്ചല്ലോ. ഇത് ആ പാട്ടിൻ്റെ ഫസ്റ്റിൽ പാടുന്നതാണ്. ആ സ്വരങ്ങൾ പാടിയിട്ടാണ് പിന്നെ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആ സ്വരസ്ഥാനത്ത് പാടിപ്പോണം. പിന്നെ നമ്മൾ പാടുന്നതാണ് മനസ്സിൻ മടിയിലെ മാന്തളിരിൻ എന്ന ആ ഒരു ലൈൻ ശ്രദ്ധിക്കൂ. ഞാൻ വെച്ചിട്ടുള്ളത് സി ഷാർപ്പാണ് ശ്രുതി. നിങ്ങൾ സി ഷാർപ്പിൽ വെച്ചിട്ട് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ലൈൻ മനസ്സിൻ മടിയിലെ മാന്തളിരിൽ എന്നാണ്. മനസ്സിൻ മനസ്സിൻ എന്നാണ് കേട്ടോ. മനസ്സിൻ സിൻ എന്ന് കൊണ്ടുവരണം അവിടെ. മനസ്സിൻ മടിയിലെ 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 എന്നാണ്. മടിയിലെ മാന്തളിരിൽ 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 എന്നാണ് കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടോ സംഗതികളോ കാര്യങ്ങളോ ഒന്നും ആവിടല്ല. നിങ്ങൾ ശ്രുതി ശ്രദ്ധിച്ചിട്ട് പാടിയാൽ മതി. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ എന്ന് മാത്രമേ ഉള്ളൂ. അത് കുറേ പ്രാവശ്യം പാടി നോക്കണം കേട്ടോ. അടുത്ത വരി മയങ്ങോ മയങ്ങോ എന്നാണ്. മയങ്ങോ എന്നാണ്. ഇതൊരു താരാട്ട് പാട്ട് പോലുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലേക്ക് നിങ്ങൾ പാട്ട് കൊണ്ടുവരണം. അപ്പോൾ മയങ്ങോ മണിക്കുരുന്നേ മണി മണിക്കുരു കുരു എന്നെടുക്കണേ. മയങ്ങോ മണിക്കുരുന്നേ നേ ആ അവിടെ ഒരു ചെറിയ ഒരു നോട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് പാടണം. മയങ്ങോ മണിക്കുരുന്നേ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും നമ്മൾ ആ സോങ് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റാണ്. പക്ഷെ നമ്മളിങ്ങനെ പാടിത്തരുമ്പോൾ സ്ലോ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ കവർ വേർഷൻ ചെയ്യുന്ന സമയത്ത് ഇത് സ്ലോ ആയിട്ടാണ്, നല്ല സ്ലോ ആയിട്ട് തന്നെയാണ് പാടിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് നിങ്ങൾ പാടിക്കോളൂ കേട്ടോ. ഇപ്പോൾ 2 വരി കഴിഞ്ഞു. ഇനി അടുത്ത വരി കനവായി കനവായി മിഴികളെ തഴുകാം ഞാൻ കനവായി മിഴികളെ തഴുകാം 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 എന്നാണ്. നിങ്ങൾ ഞാൻ പാടി രണ്ടാമത് പാടുമ്പോൾ എൻ്റെ കൂടെ പാടി നോക്കണം കേട്ടോ. തഴുകാം
തഴുകാം ഞാൻ ഞാൻ ആ എന്നാണ്. ഞാൻ ഉറങ്ങൂ ഉറങ്ങൂ എന്നാണ്. ഉറങ്ങൂ നീ ഉറങ്ങൂ നീ നീ അങ്ങനെ കൊണ്ടുവരണം. നീ നീ ഉറങ്ങൂ എന്നാണ്. കണ്ടോ? അപ്പോൾ ആ പാട്ടിൻ്റെ ആ ഒരു സ്റ്റൈല് മനസ്സിലാക്കിയിട്ട് അതേപോലെ നമ്മൾ പാടിയെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ അത് പല്ലവി ഞാൻ മുഴുവനായിട്ടൊന്ന് പാടിത്തരാം. നോക്കൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. ആദ്യം നിങ്ങൾ ഞാൻ ആ പറഞ്ഞു തന്നതനുസരിച്ച് പഠിച്ചതിൻ്റെ ശേഷം എൻ്റെ കൂടെ പാടി നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് അനുപല്ലവി നോക്കാം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം ഒരുപാട് പേര് ഞാൻ ഇട്ട പാട്ടുകൾ തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരിതൊന്നും കാണാത്തതുകൊണ്ടാണ് പിന്നെയും അത് ചോദിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങൾ മറന്നു പോകാതെ ചെയ്യണം. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഒക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അനുപല്ലവി നോക്കാം. പകലൊളി മായുമ്പോൾ എന്നാണ്. പകലൊളി പകലൊളി മായുമ്പോൾ. ഇതൊക്കെ അധികം സംഗതികളൊന്നും ഇല്ലാത്തതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് പാടിയാൽ മതി. എൻ്റെ കൂടെ തന്നെ ഒരുപാട് തവണ നിങ്ങൾ പാടി നോക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റും കേട്ടോ. അപ്പോൾ പകലൊളി മായുമ്പോൾ എന്നാണ്. അടുത്ത വരി നോക്കൂ. കുളിരല കുളിരല മൂടുമ്പോൾ എന്നാണ്. മുകളിലേക്ക് പോകുന്നുണ്ട്. കുളിരല മൂടുമ്പോൾ. ഇത് നോർമലായിട്ടുള്ള ആളുകൾക്കൊക്കെ പാടാൻ പറ്റും. വലിയ സിംഗേഴ്സ് ആവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കുറഞ്ഞൊരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് നിങ്ങൾക്ക് പാടിയെടുക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് ഒരുപാട് സംഗതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ വളരെ മനോഹരമാണ്. കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കൂ കേട്ടോ. നോക്കൂ. കുളിരല മൂടുമ്പോൾ മുകളിലേക്ക് എടുത്തു. ഇരുളു വീഴും ഇരുളു വീഴും വീഴും എന്നാണ്. ഇരുളു വീഴും വഴിയിൽ വഴിയിൽ നീ നീ എന്നാണ്. ഇരുളു വീഴും വഴിയിൽ നീ ആ ദവമ ആ ആണ്. വഴിയിൽ നീ. ഓക്കെ. തനിയെ പോകുമ്പോൾ തനിയെ തനിയെ പോകുമ്പോൾ തനിയെ എന്നാണ് കേട്ടോ. തനിയെ മദാപ മദാപ എന്നാണ്. തനിയെ പോകുമ്പോൾ. ഓക്കെ, അടുത്ത വരി നോക്കൂ. വിങ്ങുമീ രാത്രി തൻ വിങ്ങുമീ. ആ ശ്രുതിയിൽ ചേർന്ന് അങ്ങനെ പോയാൽ മതി. വിങ്ങുമീ രാത്രി തൻ രാത്രി രാ രാ ഇങ്ങനെ എടുക്കണം കേട്ടോ. ആ രാ എന്നുള്ള അക്ഷരം രാത്രി എന്ന് പാടുന്നതിലും വ്യത്യാസമല്ലേ. രാത്രി തൻ വിങ്ങുമീ രാത്രി തൻ. അത് കുറച്ച് ഉള്ളിൽ നിന്ന് കൊണ്ടുവരണം നമ്മൾ ആ രാത്രി എന്നുള്ളത്. രാത്രി തൻ എന്ന് പാടുന്നതിലും
വ്യത്യസ്തമായിട്ടാണ് നമ്മൾ രാത്രി, കണ്ടോ, രാത്രി തൻ, ഇങ്ങനെ ആ ഉള്ളിൽ നിന്ന് ആ ശബ്ദം എടുത്തു കൊണ്ടുവരണം. രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ, ഇതേപോലെ നൊമ്പരം ആ ഒരു ടോണിൽ അങ്ങനെ പോണം. നൊമ്പരം ഒന്നുമില്ല അവിടെ, കണ്ടോ, നൊമ്പരം മാറ്റു, അവിടെയാണ് മാറ്റുവാൻ, വാൻ, ആ ചെറിയൊരു സംഗതി അവിടെ കൊടുത്തിട്ടുണ്ട്, ആ എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത വരി, അങ്ങകലേ നിന്നും ഇന്നും, അങ്ങകലേ അങ്ങകലേ നിന്നു നിന്നു, കണ്ടോ അവിടെ ചെറിയൊരു നോട്ടുണ്ട്, ശ്രദ്ധിച്ച് പാടണം. നിന്നു, ആ നിന്നു മിന്നും മിന്നും എന്നാണ്. ഓക്കെ, അങ്ങകലേ നിന്നു മിന്നും നീ പുണർന്നൊരീ താരകം എന്നാണ്. നീ പുണർന്നൊരീ, നീ നീ പുണർന്നൊരീ താരകം താരകം എന്നാണ്. ഓക്കെ, രാത്രി തൻ, അത്രയും സംഭവം അവിടെ ഉള്ളൂ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ അങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അത്രയും ആ ഒരു സ്റ്റൈലിലാണ് പാടേണ്ടത്. പിന്നെ ലാസ്റ്റിലേക്ക് വരുന്നത് അതേപോലെ, നീ പുണർന്നൊരീ താരകം താരകം. ഓക്കെ, അപ്പം നമുക്ക് ഈ പാരഗ്രാഫ് മുഴുവനായിട്ടൊന്ന് പാടി നോക്കാം. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലേ നിന്നും ഇന്നും നീ പുണർന്നൊരീ താരകം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ, ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ചരണം, നിനക്കൊരു താരാട്ട്. ഓക്കെ, നിനക്കൊരു നിനക്കൊരു താ താ എന്നാണ് കേട്ടോ. താ എന്ന് കൊടുക്കുന്നത് അവിടെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താരാട്ട്, ഇതൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് പാട്ടിൽ, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ഈ ഒരു സംഗതികളൊക്കെ പാടുമ്പോഴാണ് ആ പാട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി കിട്ടുള്ളൂ നമുക്ക്. നിനക്കൊരു താരാട്ട്. ഓക്കെ, അടുത്ത വരി നോക്കൂ. ഇവളൊരു പൂ പൂ എന്നാണ്. ഇവളൊരു പൂന്തൊട്ടിൽ, ഇങ്ങനെ എടുത്തു കൊണ്ടുവരണം അവിടെ. പൂന്തൊട്ടിൽ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരണം അവിടെ. ഓക്കെ, അടുത്ത വരി നോക്കൂ. ഇടയിലെന്തേ ഇടയിലെന്തേ എന്നാണ് കേട്ടോ. ഇടയിലെന്തേ ലെന്തേ എന്നാണ്. മിഴിയാകെ മിഴിയാകെ, ഓക്കെ, മിഴിയാകെ എന്നുള്ള സംഗതി അവിടെ കൊടുക്കണം. ഈരനൂറുന്നു എന്നാണ്. ഈരനൂറുന്നു. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഓരോ വരികൾ വെച്ച് എൻ്റെ കൂടെ പാടി നോക്കണം കേട്ടോ. ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ പാടി പഠിക്കണം. ഓക്കെ, ഏതുമേ, എങ്ങനെയാണ്? ഏതുമേ എന്നാണ്. മേ എന്നാണ് കേട്ടോ. ഏതുമേ താങ്ങുമീ താങ്ങുമീ
നമ്മൾ എങ്ങനെയാണ് ആ അക്ഷരങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് പാടണം. താ എന്നാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. താ എന്നുള്ള അക്ഷരം എങ്ങനെ എന്നുള്ളത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. താങ്ങുമീ മീ കണ്ടോ, മീ പ്ലെയിൻ അല്ല, മീ എന്നുണ്ട്. അപ്പം മീ എന്ന് പാടുന്നതും മീ എന്ന് പാടുന്നതും രണ്ടാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള നോട്ടുകൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. താങ്ങുമീ, ഓക്കെ. ഭൂമി ഞാനില്ലയോ. അപ്പം നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ട് വലിയ സംഗതികളോ സംഭവങ്ങളോ ഒന്നും ഇല്ലാന്ന് തോന്നും. പക്ഷേ ഒരുപാട് സംഗതികൾ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഇതിനകത്ത്. അപ്പം അതുപോലുള്ള ചെറിയ ചെറിയ നോട്ടുകളൊക്കെ ശ്രദ്ധിച്ച് വേണം പാടാൻ. ഓക്കെ, വലിയ വലിയ സംഗതികളൊന്നും ഈ പാട്ടിലില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാവർക്കും ഇത് പാടാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി കേട്ടോ. വലിയ കുട്ടികൾക്കായാലും പിന്നെ ചെറിയ കുട്ടികൾക്കായാലും വലിയ അമ്മമാർക്കായാലും അച്ഛന്മാർക്കായാലും ആർക്കായാലും പാടാൻ പറ്റുന്ന നല്ലൊരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വരി നോക്കാം. നോക്കൂ. നിൻ കനവിൽ കൂടെ നിൻ കന എന്നാണ് കേട്ടോ. നിൻ കന അല്ല, നിൻ അവിടെ നിൻ കണ്ടോ. നിൻ കനവിൻ അവിടെ ജസ്റ്റ് തട്ടി കൊണ്ടുപോകണം. നിൻ കനവിൻ കൂടെ ആ സംഭവം അവിടെ കൊണ്ടുവരണം. സംഗതികൾ കൂടെ ആഹാ കൂടെ അത് ആ സംഭവം കൊണ്ടുവരണം. കൂടെ വാഴും ആഹാ വാഴും. ഓക്കെ, ദേവസംഗീതമാണു ഞാൻ. ഓക്കെ, ദേവസംഗീതമാണു ഞാൻ. അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് പറയണം കേട്ടോ. ദേവസംഗീത പറയണം, സംഗീത പറയരുത്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ അക്ഷരങ്ങൾ പറയുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. സംഗീതം അല്ല, സംഗീതം ആണ് കേട്ടോ. ദേവസംഗീതമാണു ഞാൻ എന്ന് കൊണ്ടുവരണം. മാണു ഞാൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ചരണം നമ്മൾ പാടിക്കഴിഞ്ഞു. ഇനി ഞാനത് ഫുള്ളായിട്ടൊന്ന് പാടിത്തരാം. ചരണം ഫുള്ളായിട്ടൊന്ന് പാടിത്തരാം കേട്ടോ. നിനക്കൊരു താരാട്ട് ഇവളൊരു പൂന്തൊട്ടിൽ ഇടയിലെന്തേ മിഴിയാകെ ഈറനൂറുന്നു ഏതുമീ താങ്ങുമീ ഭൂമി ഞാനില്ലയോ. നിൻ കനവിൽ കൂടെ വാഴും ദേവസംഗീതമാണു ഞാൻ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ. കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ നീ ഉറങ്ങൂ. ഓക്കെ, അത്രയേ ഉള്ളൂ പാട്ട് കേട്ടോ. പിന്നെ ഈ പാട്ടിൻ്റെ കറക്റ്റ് ഫീല് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ആ പാട്ട് എടുത്തിട്ടൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫീല് നിങ്ങൾക്ക് കിട്ടും. ഏത് പാട്ട് പഠിക്കുമ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ എന്തൊരു സുഖമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ കാണണമെങ്കിൽ വല്ലപ്പോഴും ടി വിയിൽ കാണണം. അതും വല്ലപ്പോഴും. അന്ന് ചിത്രഗീതം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ വീഡിയോ ഒന്ന് കാണുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റും അല്ലേ. നമ്മുടെ മൊബൈലിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത്രയും സൗകര്യങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏത് പാട്ടുകൾ നമ്മൾ പാടുമ്പോഴും അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫീല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ മാത്രം പഠിക്കാൻ നിങ്ങൾ നോക്കരുത്. ഇതുപോലുള്ള പാട്ടുകളൊക്കെ നിങ്ങൾ പഠിച്ച് നല്ലൊരു ലെവലിലെത്തണം.
ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് സംഗതികളൊന്നുമില്ലാത്ത നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ചു വെച്ച് ഏതെങ്കിലും 2 സ്റ്റേജിലൊക്കെ പാടുമ്പോൾ 4 ആളുകളൊക്കെ പറയുകയാണ് നല്ല രസമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ വീണ്ടും ഇതേപോലുള്ള പാട്ടുകൾ പാടുക. പിന്നീട് നമ്മൾ കുറച്ചുകൂടി സംഗതികളോ കാര്യങ്ങളോ ഉള്ള പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ പഠിച്ചു പോവുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുറച്ച് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയാൽ മതി. വീഡിയോ എടുത്തിട്ട് മാനത്തെ വെള്ളിത്തേര് എന്ന പാഠത്തിലുള്ള പാട്ടാണ്. അപ്പോൾ അതൊന്നും എടുത്ത് കണ്ടു നോക്കണം. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങളിപ്പോൾ എത്രത്തോളം ടാലൻറ്റഡ് ആണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പാടാൻ പറ്റുന്ന തരത്തിലുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യും, അത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നന്നായി പാടാൻ പറ്റുന്ന ആളുകളുണ്ടാവും, ആവറേജ് പാടുന്ന ആളുകളുണ്ടാവും, ഒന്നും അറിയാത്ത ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ. സാധാരണ ആളുകളാണ് ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പാടാൻ പറ്റിയിട്ടുള്ള പാട്ടുകളാവുമ്പോൾ കുറച്ചും കൂടെ ഈസി ആവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ പഠിപ്പിച്ച് തരുന്നത് കേട്ടോ. ഈ പാട്ട് എന്നൊക്കെ പറയുന്നത് ഒരുവിധം പാടാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന പാട്ട് തന്നെയാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ പാട്ടുകളൊക്കെ പഠിച്ചിട്ട് സാവധാനം നമുക്ക് നല്ല നല്ല സംഗതികളൊക്കെ ഒരുപാട് സംഗതികളൊക്കെ ഉള്ള പാട്ടുകളിലേക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രവേശിക്കാം. ഓക്കെ, പിന്നെ നമ്മളെ ചാനലിലുള്ള പാട്ടും ക്ലാസ്സും ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.